മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ പഴമൊഴി. അധികം പേരും അങ്ങനെ വിചാരിക്കുന്നു, പ്രത്യേകിച്ച് കേരളീയർ. പക്ഷേ മണമില്ലാത്ത ആ മുല്ല കാണാൻ, ആസ്വദിക്കാൻ വിദേശികളും സ്വദേശികളുമായ ധാരാളം ആളുകൾ ദിനം പ്രതി ആലപ്പുഴയിലേക്ക് ഒഴുകി എത്തുകയാണ്. എന്നാൽ നമുക്കും ഒന്ന് പോയി നോക്കിയാലോ? നേരിൽ കാണുന്ന പ്രതീതിയോടെ, വെട്ടിമുറിക്കൽ ഇല്ലാതെ ലൈവ് ആയി 10-20 എപ്പിസോഡുകളിലായി ഇതാ കിഴക്കിൻ്റെ വെനീസിലേക്ക് ഒരു യാത്ര. പ്രിയമുള്ളവരെ, നിങ്ങളേവരെയും സുസ്വാഗതം ചെയ്യുന്നു. തുടർച്ചയായി കാണണേ. ഇതാ ആലപ്പുഴയുടെ ഹൃദയഭാഗം, KSRTC ബസ് സ്റ്റേഷന് അടുത്ത് ആലപ്പുഴ ബോട്ട് ജെട്ടി. അത്യാകർഷകമായ കാഴ്ചകൾ, പ്രകൃതിയുടെ കള്ളിത്തൊട്ടിലുകളായ കുട്ടനാടൻ കാഴ്ചകൾ കാണാൻ സി കുട്ടനാട് എന്ന ആധുനിക സൗകര്യമുള്ള കോടികൾ വിലമതിക്കുന്ന ഡബിൾ ഡെക്കർ ബോട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ പോകുന്നത്. 400 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 11 മണിക്ക് പുറപ്പെടുന്ന ബോട്ട് പുന്നമട, വേമ്പനാട്ട് കായലുകളും ജലാശയങ്ങളിലൂടെ പാതിരമണൽ, കുമരകം, കുട്ടനാട് പ്രദേശങ്ങൾ കണ്ട് 4 മണിക്ക് ഇവിടെ തന്നെ തിരിച്ചെത്തും. വിദേശികളായ സ്വദേശികളായ ജനങ്ങളെ ആകർഷിക്കാൻ സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കിയ AC സൗകര്യമുള്ള വേഗ എന്ന അതിമനോഹരമായ ബോട്ട് ഇവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. AC 800 രൂപയും നോൺ AC 400 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. വർണ്ണനാതീതമായ കാഴ്ചകൾ, പല നിറത്തിൽ വർണ്ണങ്ങളിൽ പൊതിഞ്ഞ ചെറുതും വലുതും വിവിധ ആകൃതിയിൽ നൗകകൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ഈ ജലാശയങ്ങളിൽ. ആരെയും ആകർഷിച്ചു. ഇതൊന്നും അല്ലട്ടോ, ഇതിലും വലുത് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഈ കാണുന്ന വെളുത്ത ബോർഡുള്ള ബോട്ടാണ് വേഗ. പേരിനെ പോലെ തന്നെ അതിവേഗത്തിലാണ് ഇവയുടെ സഞ്ചാരം. പക്ഷേ നമ്മളിപ്പോൾ ആ ബോട്ടിലല്ല കയറുന്നത്. നമ്മൾ ഡബിൾ ഡെക്കർ സൗകര്യമുള്ളതാ. കണ്ടോളൂ, കണ്ണിറയെ കണ്ടോളൂ. ഇത് നമ്മൾ പോകുന്ന ബോട്ടിൻ്റെ മുകൾ ഭാഗം. മനോഹരമായ ഇരിപ്പിടങ്ങൾ. ഇതാ താഴോട്ട് ചെന്നാൽ നോക്കൂ, പടികൾ ഇറങ്ങി മെയിൻ ഹാൾ ഇതാണ്. സി കുട്ടനാട് എന്ന അതിസുന്ദരിയായ ആഡംബര രീതിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ 90 പേർക്ക് മുകളിലും താഴെയുമായി ഇരിക്കാവുന്ന വലിയ ഒരു ബോട്ടാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കുഷ്യനിട്ട വളരെ സൗകര്യപ്രദമായി ഇരിക്കാവുന്ന ഫൈബർ കസേരകൾ. യാത്രക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. എത്രയെത്ര ബോട്ടുകളാണെന്ന് നോക്കിയേ.
ഇതെല്ലാം വെറുതെ ഇവിടെ കൊണ്ടുപോയിട്ടതല്ലല്ലോ, പാർക്ക് ചെയ്യുന്നതല്ല. ഇതിലെല്ലാം 10-11 മണിയോട് കൂടി ആളുകൾ തിങ്ങി നിറയുന്നുണ്ട്. വിനോദസഞ്ചാരത്തിനായി ഒരുക്കിയ നൗകകളാണിവ. വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ എത്തിപ്പെട്ടാൽ. പ്രകൃതി ആലപ്പുഴയ്ക്ക് കനിഞ്ഞു നൽകിയ സമ്മാനങ്ങളാണ് ഈ കാണുന്നവയെല്ലാം. ആലപ്പുഴയെ വേർതിരിച്ച് വിനോദസഞ്ചാര മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതും ഈ ബോട്ടുകളും വഞ്ചികളുമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് പൂരം എന്ന് പറഞ്ഞതുപോലെ ഹൗസ് ബോട്ടുകളുടെ ഒരു നിര തന്നെ നമുക്ക് കാണാം. ഇതാ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. കാണേണ്ട പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നതല്ലേ. ഇതാ ആളുകളുടെ വരവ് തുടങ്ങി. 11 മണിയാകുമ്പോഴേക്കാണ് മിക്ക ബോട്ടുകളും തയ്യാറാവുക, പുറപ്പെടുക. ആലപ്പുഴയുടെ ഒരു പ്രത്യേകത നോക്കിയേ. ഈ ജലാശയങ്ങളുടെ ഇരുവശങ്ങളിലുമാണ് പ്രധാന റോഡുകൾ ഉള്ളത്. അതിനാൽ തന്നെ ഈ റോഡിൽ കൂടിയുള്ള വാഹനങ്ങളിൽ കൂടിയുള്ള യാത്രയും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഒരുക്കി തരിക. നമ്മുടെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മേൽപ്പാലമുണ്ട്. ബോട്ട് ജെട്ടിയെയും അതുപോലെ മറുകരയിലുള്ള പ്രധാനപ്പെട്ട റോഡിനെയും ബന്ധിപ്പിക്കുന്ന മേൽപ്പാലം. ഇവ അതീവ ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്.